നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സതീശൻ നമ്മുടെ ജൻസി അങ്ങ് തൂക്കിയെടുത്തു. അവരിപ്പോൾ പൂക്കി CM എന്നാണ് സതീശനെ വിളിക്കുന്നത്. വാഹന മോഡിഫിക്കേഷൻ, അതിലാണ് സതീശൻ കയറി പിടിച്ചത്. വോട്ടെടുപ്പിന് തൊട്ട് തലേന്ന് സതീശൻ പറഞ്ഞു, ന്യൂജൻ പിള്ളേർക്കൊക്കെ വാഹന മോഡിഫിക്കേഷൻ ഇഷ്ടമാണല്ലോ, നമുക്കൊരു കൈ നോക്കാം. നടക്കുമോ നടക്കില്ലയോ എന്നതൊക്കെ രണ്ടാമത്തെ കാര്യം, നമുക്കൊന്ന് നോക്കാം എന്ന് പറയുന്നിടത്താണ് ആ പോസിറ്റീവ് വൈബ്. ഇങ്ങനെ പോസിറ്റീവായി ചിരിച്ചുകൊണ്ട് പറയുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടല്ലോ, അതാണ് നമ്മുടെയൊക്കെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ജൻസി ഇന്ന് സതീശനെ ഏറ്റെടുത്തു കഴിഞ്ഞു. സതീശനെ വിമർശിക്കുന്നവർക്ക് പോലും സതീശന്റെ വൈബിന് മുന്നിൽ തോറ്റുമടങ്ങേണ്ടി വരും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളം നിറഞ്ഞു നിൽക്കുകയാണ് സതീശന്റെ ചിരിയും കളിയുമൊക്കെ. ഭരണകൂടത്തിൽ നിന്ന്, പ്രത്യേകിച്ച് ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് കുറെ കാലമായി കേരളം കാണാൻ ആഗ്രഹിച്ച ചില നല്ല പെരുമാറ്റങ്ങൾ. ഒന്ന് ഉറക്കച്ചിരിക്കുക, അടുത്തു വരുന്നവരെ കെട്ടിപ്പിടിക്കുക. അന്ന് സത്യപ്രതിജ്ഞാവേദിയിൽ അമ്മാളുഅമ്മിനെ ചേർത്ത് പിടിക്കുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ നമ്മൾ കണ്ടു. സതീശ, നിങ്ങൾ വൈബാണ് എന്ന് ജൻസി പിള്ളർ പറയുന്നത് അതുകൊണ്ട് പുതിയ തലമുറയുടെ വികാരസ്പന്ദനങ്ങൾ കണ്ടറിയാനും അതനുസരിച്ച് സതീശൻ എന്ന വ്യക്തിയിൽ ചില മോഡിഫിക്കേഷൻസ് വരുത്താനും സതീശന് കഴിഞ്ഞു. അതാണ് ന്യൂജൻ അഡാപ്റ്റബിലിറ്റി. സോഷ്യൽ മീഡിയയിൽ തൂക്കിയ ആ പൂക്കി പ്രയോഗം, പൂക്കി CM എന്നാണ് ജൻസി പിള്ളർ ഇപ്പോൾ സതീശനെ വിളിക്കുന്നത്. സോഷ്യൽ മീഡിയ തുറന്നാൽ റീൽസിൻ്റെ ബഹളമാണ്. സതീശൻ്റെ ആ ഒടുക്കത്തെ ചിരിയും ഒടുക്കത്തെ ഭാവവും, ഒപ്പം എല്ലാ പരസ്യങ്ങളിലും സതീശൻ്റെ ആക്ഷനാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ചിരിയും മുഖഭാവവുമൊക്കെ സാമൂഹിക മാധ്യമങ്ങൾ ഏറ്റെടുത്തു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുന്നതിന് തൊട്ട് തലേന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ വാഹന മോഡിഫിക്കേഷൻ നിയമവിധേയമാക്കുമോ എന്ന ചോദ്യത്തിന് മറുപടിയായി മുഖ്യമന്ത്രിയുടെ രസകരമായ ഒരു എക്സ്പ്രഷൻ. ഇത് മിനിറ്റുകൾക്കുള്ളിൽ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി. സത്യപ്രതിജ്ഞയെക്കുറിച്ചുള്ള സീരിയസ് ചോദ്യങ്ങൾ, വകുപ്പുകൾ ആർക്കൊക്കെ എന്ന സംശയം. അതിനിടയിലാണ് വാഹന മോഡിഫിക്കേഷൻ സംബന്ധിച്ച കുസൃതി ചോദ്യമുയർന്നത്. അതിന് അനുയോജ്യമായി VD സതീശൻ നൽകിയ മറുപടിയാണ് പിന്നീട് വൈറലായത്. റീലുകളിൽ നിരവധി പേർ ഈ വീഡിയോ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. വീഡിയോ വൈറലായതിനെ തുടർന്ന് സതീശൻ തന്നെ അതിനുള്ള മറുപടിയും പറഞ്ഞു. ചോദ്യം ചോദിച്ച വ്യക്തിയോട് വാത്സല്യപൂർവ്വം കൊടുത്ത ഒരു മറുപടിയായിരുന്നു അതെന്നാണ് സതീശൻ പറയുന്നത്. ഒരു പയ്യനാണ് അതെന്നോട് ചോദിച്ചത്, മകൻ്റെ പ്രായം വരും, അപ്പോൾ വാത്സല്യം കൊണ്ട് കാണിച്ചതാണത്. അവൻ്റെ മുഖവും പെരുമാറ്റവും ഒക്കെ കണ്ടപ്പോൾ ഒരു വാത്സല്യം തോന്നി. പേടിക്കണ്ടടാ, ശരിയാക്കി തരാം എന്നുള്ള മട്ടിലാണ് താൻ പ്രതികരിച്ചത്. ചെറുപ്പക്കാർക്കിടയിലുള്ള ഒരു ആഗ്രഹമല്ലേ, പിന്നെ ഞാൻ പറഞ്ഞു, ഒരു വാക്കല്ലേ പറഞ്ഞത്, അത് ശരിയാക്കിയെടുക്കാമെന്ന്. നമ്മൾ മക്കളോടൊക്കെ കാണിക്കുന്നത് പോലെ കാണിച്ചതാണ്. ഇന്നലെ രാത്രി ബോളാണ് എന്നെ വീഡിയോ കൊണ്ട് കാണിച്ചു തന്നത്. അതെ, അതാണ് വൈറൽ. ചിരിക്കാനറിയാവുന്ന ഒരു മുഖ്യമന്ത്രിയെ കേരളത്തിന് കിട്ടി. പൂക്കി മുഖ്യമന്ത്രി. മറ്റാരുണ്ട് എന്ന ചോദ്യത്തിനാണ് ഇപ്പോൾ പൂക്കി മുഖ്യമന്ത്രിയുണ്ട് എന്ന് ജൻസി പറയുന്നത്. മറ്റാരുണ്ട് എന്ന് ചോദിച്ചുകൊണ്ട് കേരളത്തിലേക്ക് ഇറങ്ങിയ ഒരു മുഖ്യമന്ത്രിയുണ്ട്. അദ്ദേഹം അങ്ങ് യുവതിയുടെ മുഖത്ത് നോക്കി ചിരിക്കാറില്ല. ഇങ്ങനെയൊരു മുഖ്യമന്ത്രി, ആ ചിരിയിൽ ഒരുപാട് പോസിറ്റീവുണ്ട്. ഫാനാക്കി കളഞ്ഞു എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ജൻസി പിള്ളർ പറയുന്നത്. മുഖ്യമന്ത്രിയുടെ ചിരിയും എക്സ്പ്രഷനുമൊക്കെ ഉൾപ്പെടുത്തി നിരവധി റീൽസുകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ തത്തിക്കളിക്കുന്നത്. ഒരു വശത്ത് സതീശൻ്റെ വൈബ്, മറുവശത്ത് സതീശൻ ടീം കേരളത്തിൽ നിറയുകയാണ്. മിക്ക മന്ത്രിമാരും ജനങ്ങളോട് അടുത്തിടപഴകുന്നു. അവരുടെ ജനകീയ മുഖമാണ് കേരളത്തെ കൂടുതൽ ആകർഷിക്കുന്നത്. മുമ്പ് കേരളത്തിനൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, നമുക്കൊക്കെ എടുത്ത് കിണറ്റിലിടാൻ തോന്നുമായിരുന്നു പലപ്പോഴും എന്നാണ് യുവത പറയുന്നത്. എത്രയായാലും കട്ടിലൊഴിയില്ല എന്നതാണ് ഇപ്പോൾ CPMൻ്റെ അവസ്ഥ. ജനങ്ങൾ പുറത്താക്കിയ മുഖ്യമന്ത്രിയെ CPM ഒടുവിലെടുത്ത് തങ്ങളുടെ പ്രതിപക്ഷ നേതാവാക്കി. എന്നാൽ ആ പ്രതിപക്ഷ നേതാവിനെ ഇറക്കി വിടണമെന്നാണ് കേരളത്തിലെ എല്ലാ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങളിലും മുഴങ്ങിക്കേൾക്കുന്ന ശബ്ദം. പോളിറ്റ് ബ്യൂറോയിൽ വളഞ്ഞ വഴിയിലൂടെയാണ് പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുത്തുകൊണ്ടുള്ള അംഗീകാരം നൽകിയത്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ സത്യപ്രതിജ്ഞ കാണാനെത്തിയ മുൻ മുഖ്യമന്ത്രി, സ്റ്റേഡിയം നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന ജനസാഗരത്തിന് മുന്നിൽ ഇളുഭ്യനായി നിൽക്കേണ്ടി വന്നു മുൻ മുഖ്യമന്ത്രിക്ക്. സ്റ്റേജിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരു ചിരിയുമില്ല, ഒന്നുമില്ല, ആകെ നിസ്സംഗത. എല്ലാം കൈവിട്ടുപോയി എന്ന ഭാവമായിരുന്നു പിണറായിക്ക്. തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് MV ഗോവിന്ദൻ്റെ ഈ കഴിഞ്ഞ ദിവസം എടുത്തൊടുത്തു. ഗോവിന്ദൻ ഒന്നും തിരിച്ചറിഞ്ഞില്ലല്ലോ എന്നായിരുന്നു ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉയർന്ന വിമർശനം. ജില്ലാ സെക്രട്ടറിയെയും പിണറായി വിജയനെയും ഒക്കെ ജനം ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് ഒന്നടങ്കം പറഞ്ഞത്. ഗത്യന്തരമില്ലാതെ MV ഗോവിന്ദൻ പറഞ്ഞു, തനിക്ക് വീട്ടിൽ നിന്ന് പോലും വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്.
വാർത്താ സമ്മേളനങ്ങളിൽ തൻ്റെ ശരീരഭാഷ ശരിയായിരുന്നില്ല എന്ന് ഗോവിന്ദൻ സമ്മതിച്ചു. ഒരിക്കൽ മകൻ ചോദിച്ചു, അച്ഛൻ കണ്ണാടിയിൽ നോക്കാറുണ്ടോ എന്ന്. പത്രസമ്മേളനങ്ങൾ വീണ്ടും കണ്ടു നോക്കണമെന്ന് മകൻ തന്നോട് പറഞ്ഞിരുന്നു. മാധ്യമപ്രവർത്തകരോട് തിരികെ ചോദ്യം ചോദിക്കുന്നത് അതോടെ നിർത്തിയെന്നാണ് ഗോവിന്ദൻ ഇന്നലെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിശദീകരിച്ചത്. കൂടുതൽ പക്വതയോടെ പെരുമാറും എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിശദീകരണം നൽകിയത്. ഈ വയസ്സാം കാലത്ത് ഇനിയെന്ത് പക്വത എന്ന് ജനം ചോദിക്കുന്നു. സഖാക്കളൊക്കെ എല്ലാം കൊണ്ടും മടുത്തു. CPM ബംഗാൾ മോഡലിൽ കേരളത്തിൽ നിന്ന് ഒലിച്ചു പോകും എന്ന ഭീതി പാവം സഖാക്കളിലുണ്ട്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പത്തനംതിട്ട, കണ്ണൂർ, എറണാകുളം, കോട്ടയം ജില്ലാ സെക്രട്ടേറിയറ്റുകൾ നടത്തിയ രൂക്ഷ വിമർശനത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. എല്ലാറ്റിനുമൊടുവിൽ ഇതാ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ്. പിണറായി വിജയൻ്റെ ശൈലിയാണ് CPMനെയും LDFനെയും തോൽപ്പിച്ചത് എന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് വിമർശിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടാനുള്ള കാരണം പിണറായി വിജയൻ്റെ ധാർഷ്ട്യമാണ്. ആ ശരീരഭാഷ സാധാരണക്കാരന് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ് എന്നും സെക്രട്ടേറിയറ്റിൽ വിമർശനം. വീട്ടിൽ പോയി പറയുന്നതിന് പല അർത്ഥങ്ങളുണ്ട്. ഒരു CPM പ്രവർത്തക സെൽഫി എടുത്തതുപോലും മുഖ്യമന്ത്രി തടഞ്ഞു. പ്രായപരിധിയിൽ എന്തിന് പിണറായിക്ക് മാത്രം ഇളവ് നൽകി എന്ന് സെക്രട്ടേറിയറ്റ് ചോദിക്കുന്നു. സംസ്ഥാന സമിതി അംഗങ്ങളെപ്പോലും മത്സരിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കി. പിന്നെ പിണറായിക്ക് മാത്രം എന്ത് പ്രത്യേകത? പിണറായിയെ പ്രതിപക്ഷ നേതാവാക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിമർശനം. പിണറായി അല്ലാതെ മറ്റാരെ ആക്കും എന്ന് ഗോവിന്ദൻ ചോദിച്ചു. സീനിയറായി വേറെ ആരുമില്ലെന്നായിരുന്നു MP ഗോവിന്ദൻ ജില്ലാ സെക്രട്ടേറിയറ്റിൽ പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും അതിരൂക്ഷ വിമർശനങ്ങൾ പാർട്ടി സഖാക്കൾ ഉയർത്തി. UPയിൽ യോഗി പന്തലിട്ടാണ് സാധാരണക്കാരെ സ്വീകരിക്കുന്നത്. ഇവിടെ CM ഓഫീസിൽ സാധാരണക്കാരന് പ്രവേശിക്കാൻ കഴിയുമായിരുന്നില്ല. മുഷിഞ്ഞ ഷർട്ടിട്ട് മുഖ്യമന്ത്രിയുടെ അടുത്തെത്തിയാൽ അവരോട് മാറി നിൽക്കാൻ കൽപ്പിക്കും. ഒരു വശത്ത് പിണറായി വിജയൻ്റെ അഹങ്കാരവും ധാർഷ്ട്യവുമൊക്കെ ഇപ്പോഴും കേരളം ചർച്ച ചെയ്യുന്നു. ഇപ്പോൾ കൂടുതൽ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് പാർട്ടി സഖാക്കളാണ് എന്ന് മാത്രം. മറുവശത്ത് സതീശൻ്റെ ജനകീയതയാണ് ജനങ്ങളെ കോരിത്തെരിപ്പിക്കുന്നത്. ഇതുപോലൊരു മുഖ്യമന്ത്രിയാണ് കേരളം ആഗ്രഹിച്ചത് എന്ന് വ്യക്തം. പിണറായി വിജയന് നേരെ ഓപ്പോസിറ്റ്. അതാണ് പലപ്പോഴും സതീശൻ. അവിടെയാണ് സതീശൻ തൻ്റെ ഇടം കണ്ടെത്തുന്നതും. ചൊവ്വാഴ്ച രാവിലെ 8:30 സതീശൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി. സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ധവളപത്രം ഇറക്കുന്നതിന് രൂപീകരിച്ച സമിതിയുമായി ആദ്യ യോഗം. PK കുഞ്ഞാലിക്കുട്ടി അടക്കം പല മന്ത്രിമാരും അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ കാണാനെത്തി. സിൽവർ ലൈൻ വിരുദ്ധ സമരസമിതി പ്രവർത്തകർ ഉൾപ്പെടെ നിവേദനമായി എത്തിയ എല്ലാവരെയും കണ്ടു. ഉച്ചഭക്ഷണത്തിന് കന്റോൺമെൻറ് ഹൗസിലേക്ക് ഓടിപ്പോയി. പെട്ടെന്ന് തിരികെ എത്തി. ഇന്ന് മന്ത്രിസഭ യോഗമുണ്ടായിരുന്നതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഫയൽ നോക്കി. രാത്രി 9:30 തിരിച്ച് കന്റോൺമെൻറ് ഹൗസിലേക്ക് സതീശൻ മടങ്ങിയത്. മുഖ്യമന്ത്രിമാർ പതിവായി പ്രവേശിക്കുന്ന കന്റോൺമെൻറ് പോലീസ് സ്റ്റേഷൻ ഗേറ്റിലൂടെയാണ് VD സതീശൻ രാവിലെ ഓഫീസിലെത്തിയത്. എന്നാൽ ഉച്ചയൂണിനായി വീട്ടിലേക്ക് തിരിച്ചത് സമര ഗേറ്റ് എന്നറിയപ്പെടുന്ന നോർത്ത് ഗേറ്റിലൂടെ. ഈ ഗേറ്റ് പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിൽ പിന്നീട് തുറന്നിട്ടില്ല. ഇനിയാണ് പിണറായി വിജയൻ നാണിച്ച് ലജ്ജിക്കുന്ന ചില കാഴ്ചകൾ. സുരക്ഷയുടെ പേരിലുള്ള നിയന്ത്രണങ്ങൾ പൂർണ്ണമായി സതീശൻ അവിടെ നിന്ന് മാറ്റി. നിർഭയമായി ആർക്കും തൻ്റെ ഓഫീസിലേക്കും സെക്രട്ടേറിയറ്റിലേക്കും കടന്നു വരാം എന്നാണ് സതീശൻ്റെ നിലപാട്. സംസ്ഥാനത്തിൻ്റെ ഭരണസിരാ കേന്ദ്രം അങ്ങനെ ജനങ്ങൾക്ക് മുന്നിൽ മലക്ക തുറന്നു. പോലീസിൻ്റെയും സുരക്ഷാ ജീവനക്കാരുടെയും കർശന പരിശോധനകളില്ല. പാസിൻ്റെ ഒരുവിധ ചട്ടക്കൂടുകളുമില്ല. എല്ലായിടത്തും തുറന്നു കിടക്കുന്ന ഗേറ്റുകളും വാതിലുകളും. ജനം ഭീതിയില്ലാതെ ഭരണസിരാ കേന്ദ്രത്തിലേക്ക്. സെക്രട്ടേറിയറ്റിനുള്ളിൽ പോലും കാര്യമായ നിയന്ത്രണങ്ങളില്ല. ജനത്തെ ഭയപ്പെടുത്തുന്ന സുരക്ഷാ ജീവനക്കാരുടെ നോട്ടമില്ല. മുഖ്യമന്ത്രി ഉൾപ്പെടെ 6 മന്ത്രിമാർ ജോലി ചെയ്യുന്ന നോർത്ത് ബ്ലോക്കിലായിരുന്നു ഏറ്റവും വലിയ തിരക്ക്. VD സതീശൻ 3-ാം നിലയിലെ ഓഫീസിലെത്തിയതിന് തൊട്ടു പിന്നാലെ അവിടേക്ക് സന്ദർശകരുടെ പ്രവാഹം. മുഖ്യമന്ത്രിയുടെ തൊട്ട് എതിർവശത്തുള്ള PK കുഞ്ഞാലിക്കുട്ടിയുടെ ഓഫീസിലേക്ക് പ്രവർത്തകർ ഇരച്ചെത്തി. മുൻ മുഖ്യമന്ത്രിയുടെ കാലത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് സമീപത്ത് ശക്തമായ ബാഗ് ദേഹപരിശോധനകളുണ്ടായിരുന്നു. അതൊന്നും ഇന്നലെ കണ്ടില്ല. ചുരുക്കത്തിൽ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നുകൊടുത്ത ഗേറ്റുകൾ, വാതിലുകൾ. അങ്ങനെ സെക്രട്ടേറിയറ്റ് വീണ്ടും ജനകീയമായി. പഴയ ഉമ്മൻചാണ്ടിക്കാലമാണ് ഇപ്പോൾ തലസ്ഥാനവാസികളുടെ ഓർമ്മയിൽ വരുന്നത്. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഇപ്പോഴും കോൺഗ്രസ് പ്രവർത്തകരും ജനങ്ങളുമൊക്കെ തിരുവനന്തപുരത്തേക്ക് ഒഴുകിയെത്തുന്നു. സതീശൻ ഹീറോ ആണ് എന്ന് വിളിച്ചു പറയുന്നത് സാധാരണ ജനങ്ങൾ മാത്രമല്ല, നമ്മുടെ ജെൻസി പിള്ളേരും. അതുതന്നെയാണ് സതീശൻ വൈബ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.